നമ്മുടെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള ഐ പി വീഡിയോ ഏതാണെന്നറിയോ? അത് പോളിസി ബസാറിൻ്റെ ഐ പി വീഡിയോ ആണ്. പോളിസി ബസാർ എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കമ്പനിയാണ്. ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ഇൻഷുറൻസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്തിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ടട്ടിൽമെൻറ്റ് ഫിൻടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്തിട്ടുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ സൈസ് ചെറുതായതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു കമ്പനിയുടെ സൈസ് വെറും 4500 കോടിയാണ്. നമ്മുടെ പോളിസി ബസാർ ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്, അതായത് PV ഫിൻടെക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 75,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 16-17 ഇരട്ടിയോളം വാല്യൂഷനിലാണ് പോളിസി ബസാർ ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ. അപ്പോൾ അതുപോലെ ഒരു ലാഭം ഉണ്ടാക്കി ഈ ഒരു കമ്പനിക്ക് അതുപോലെ വളരാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അതുമാത്രമല്ല, ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ കുറച്ചുകൂടെ മാറ്റമാണ്. ഇതൊരു B2B2C ബിസിനസ് മോഡലാണ്. നമ്മുടെ പോളിസി ബസാറിനെ പോലെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് പ്ലാറ്റ്ഫോം വഴി വിൽക്കുക എന്നുള്ളതല്ല അവരുടെ ഒരു ബിസിനസ് മോഡൽ. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡൽ ആ ഒരു പോളിസി ബസാറിൻ്റെ ബിസിനസ് മോഡലിനേക്കാളും മികച്ചതാവുമോ? അതുപോലെ പോളിസി ബസാർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 20% പ്രീമിയത്തിലാണ്. അതുപോലെ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസ് ഈ ഒരു കമ്പനിക്ക് തരാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം IPO ഡീറ്റെയിൽസിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു IPO ഓപ്പൺ ആവുന്നത് 19 ജൂണിനാണ്. അതുപോലെ ക്ലോസ് ചെയ്യുന്നത് 23 ജൂണിനാണ്. അതുപോലെ ഈ ഒരു IPOയുടെ അലോട്ട്മെൻറ്റ് ഫൈനലൈസേഷൻ 25-ാം തീയതിയാണ് നടക്കുന്നത്. 29-ാം തീയതി ഈ ഒരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നതാണ്. ഈ ഒരു IPOയിൽ 75% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടി റിസർവ്ഡ് ആണ്. അതുപോലെ 15% HNI കാറ്റഗറിയിലും 10% റീറ്റെയിൽ കാറ്റഗറിക്കും വേണ്ടി റിസർവ്ഡ് ആണ്. എന്ന് വെച്ചാൽ 10% മാത്രമേ റീറ്റെയിൽ അലോട്ട്മെൻറ്റ് ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനി ലോസ് മേക്കിംഗ് ആണുള്ള കമ്പനിയിൽ 10% മാക്സിമം റീറ്റെയിൽ അലോട്ട്മെൻറ്റ് ഉള്ളത്. ഈ ഒരു IPOയുടെ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ 880 കോടിയാണ്. അതിൽ 660 കോടിയോളം ഫ്രഷ് ഇഷ്യൂവും അതുപോലെ 221 കോടിയോളം ഓഫർ ഫോർ സെയിലുമാണ്. ഈ ഒരു 660 കോടി ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്പനിയിലോട്ട് പൈസ റേസ് ചെയ്യുവാണ്. ഈ ഒരു കമ്പനിയിൽ ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ലോസ് മേക്കിംഗ് ആണ്. ഈ ഒരു കമ്പനി ക്യാഷ് ബേൺ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ ബേൺ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. കൂടുതൽ വാല്യൂഷൻസ് ഭാവിയിൽ കിട്ടും എന്നുള്ള രീതിയിൽ ഓൺബോർഡ് ചെയ്തേക്കുന്ന ഒത്തിരി ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഓഫർ ഫോർ സെയിൽ, ആ ഒരു 221 കോടി രൂപയുടെ ഷെയർസ്, അതിൽ 34 കോടിയോളം രൂപയുടെ ഷെയർസ് വിൽക്കുന്നത് ഇതിൻ്റെ മെയിൻ പ്രൊമോട്ടറായിട്ടുള്ള ആ ഒരു ധീരേന്ദ്ര മഹ്യവൻഷി എന്നുള്ള ആളാണ്. അതുപോലെ 32 കോടിയുടെ ഷെയർസ് വിൽക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രൊമോട്ടറായിട്ടുള്ള ആനന്ദ് പ്രഭു ദേശായി എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ നമുക്കറിയാവുന്ന ആ ഒരു ക്രെഡ് എന്ന് പറഞ്ഞ ഫൈനാൻഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടറായിട്ടുള്ള കുനാൽ ഷാ വരെ ഇതിനകത്ത് ഷെയർസ് വിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഷെയർസ് ഓഫ്ലോഡ് ചെയ്യുന്ന എല്ലാം പ്രൈവറ്റ് എക്വിറ്റി ഇൻവെസ്റ്റേഴ്സാണ്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഈ ഒരു കമ്പനിയുടെ IPO ഇഷ്യൂ സെറ്റ് ചെയ്തിരുന്നത് കുറച്ച് കൂടുതൽ സൈസിലായിരുന്നു. പക്ഷേ അവർ ആ ഒരു സൈസ് ഒരുപാട് താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു IPO ടൈം ആയപ്പോഴത്തേക്ക്. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് അത്രയും ആ ഒരു പൈസ റേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ ആ ഒരു 2022 ആ ഒരു സമയത്ത് ഈ ഒരു കമ്പനിയിലോട്ട് പൈസ റേസ് ചെയ്തിരിക്കുന്നത് 6500 കോടിയോളം രൂപ വാല്യൂഷനിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വാല്യൂഷനായിട്ടുള്ള 4500 കോടി ഒരു ഡിസ്കൗണ്ടാണ്. അന്നത്തെ വാല്യൂഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു വാല്യൂഷനിലാണ് ഇപ്പോൾ ഈ ഒരു കമ്പനി ക്യാഷ് റേസ് ചെയ്യുന്നത് IPO മാർക്കറ്റിൽ. അപ്പോൾ ഒരുപാട് പ്രൈവറ്റ് എക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു പ്രൈസിൽ വിറ്റ് മാറാൻ തയ്യാറാവത്തില്ല. അങ്ങനെ കൂടിയാണ് ഈ ഒരു ഇഷ്യൂ സൈസ് താഴെ വന്നത്. പിന്നെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2015-ലാണ്. 2015 നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ 2 മെയിൻ പ്രൊമോട്ടേഴ്സ് ഈ ഒരു കമ്പനി വിൽക്കുന്നുണ്ടല്ലോ, ധീരേന്ദ്ര മഹൻവൻഷി എന്ന് പറഞ്ഞ ആളും അതുപോലെ ഈ ഒരു ആനന്ദ് പ്രഭു ദേശായി. അങ്ങനെ 2 പേരാണ് ഇതിൻ്റെ ആ ഒരു ഫൗണ്ടർ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഇവർ ഈ ഒരു 2015 ഫൗണ്ട് ചെയ്ത ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിസി ബസാർ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു പോളിസി ബസാറിൽ ഡയറക്റ്റ്ലി നമുക്കൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മൾ ഇൻഷുറൻസ് താരതമ്യം ചെയ്ത് അതിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് പോളിസി നമ്മൾ വാങ്ങും. അതിൻ്റെ ഒരു കമ്മീഷൻ ഡയറക്റ്റ് ഈ ഒരു പോളിസി ബസാർ പോലുള്ള ആ ഒരു കമ്പനിയിലോട്ട് ചെല്ലും. അതുപോലെ അവർക്ക് ആ ഒരു സ്റ്റാഫുകൾ, കസ്റ്റമർ സർവീസിനും ആ ഒരു ഓൺലൈനായിട്ടുള്ള ആ ഒരു ഹെൽപ്പ്, ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ മാർക്കറ്റിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവരുടെ എക്സ്പെൻസ്. പക്ഷേ ഇവരുടെ ബിസിനസ് ഡിഫറൻ്റ് ആണ്. ഇവർക്ക് 6.5 ലക്ഷം POSPകളുണ്ട്. അതുപോലെ 98% പിൻകോഡുകളിലും ഇവർ സർവീസ് ചെയ്യുന്നുണ്ട്. POSP എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പോയിന്റ് ഓഫ് സെയിൽ പേഴ്സൺ എന്നുള്ളതാണ് ഫുൾ ഫോം. ബേസിക്കലി ഇൻഷുറൻസ് ഏജൻസ് തന്നെയാണത്. ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ട്രെയിനിങ് കൊടുത്ത് ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഇൻഷുറൻസ് വിൽക്കാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന കുറച്ച്
ഇൻഷുറൻസ് ഏജൻസിനെയാണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് ഓടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരാണ് ഈ ഒരു ഇൻഷുറൻസ് ആൾക്കാരിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ 98% പിൻകോഡ് സർവീസ് ചെയ്യുന്നു പറയുമ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞാൽ ടയർ 2, ടയർ 3 ഏരിയാസാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ സ്ഥലങ്ങളിലും അല്ലാതുള്ള ഏരിയാസിലും ഏജൻസികൾ വഴി ആൾക്കാർ ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവരുടെ നല്ലൊരു ശതമാനവും ഗ്രോത്ത് വരുന്നത് ഫസ്റ്റ് ടൈം പോളിസി എടുക്കുന്ന ആൾക്കാരിൽ നിന്നാണ്. ഇവരുടെ ആ ഒരു ബിസിനസ് മോഡലിന് ആധാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിനെക്കുറിച്ച് എല്ലാവർക്കും നല്ലൊരു ഐഡിയ കാണണമെന്നില്ല. അപ്പോൾ അത് സെല്ല് ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ സെല്ല് ചെയ്യണം. അപ്പോൾ ആൾക്കാർക്ക് അവരിലെ ആ ഒരു വിശ്വാസത്തിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ക്ലെയിം കിട്ടും, എവിടെയൊക്കെ ക്ലെയിം കിട്ടും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഇതുപോലൊരു ഏജൻറ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ക്ലെയിമിൻ്റെ ആവശ്യം വരുമ്പോൾ ഇവരെ പെട്ടെന്ന് വിളിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഞാൻ ഈ ഒരു പോളിസി ബസാർ വഴി ഇപ്പോൾ വണ്ടികളിലെ ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുണ്ട്. അതുപോലെ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കുന്ന ഒരു ഏജൻറ്റ് വഴിയാണ്. അപ്പോൾ ആ ഏജൻറ്റിൽ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ആൾക്കാരാണ് ഇവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ആധാരമായിട്ട് ഇവർ എടുത്തിരിക്കുന്നത്. ആ ഒരു ബിസിനസ് മോഡൽ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഏജൻറ്റ് വഴി ബിസിനസ് എടുക്കുന്നത് കൊണ്ട് ആൾക്കാർ ആ ഒരു ഇൻഷുറൻസിൽ ഭാവിയിലും സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ അതിൽ അടുത്തടുത്ത വർഷങ്ങളിൽ അടച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ അകത്തോട്ടുള്ള ഏരിയാസിൽ ചിലപ്പോൾ ഇൻഷുറൻസ് ഇതുപോലുള്ള ഒരു ഏജൻസി വഴി മാത്രമേ ചിലപ്പോൾ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ ഇപ്പോഴും ഇൻഷുറൻസിൻ്റെ പെൻട്രേഷൻ വളരെയധികം കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് സെല്ല് ചെയ്യുകയാണെങ്കിൽ 30-40% കമ്മീഷനുണ്ട്. ആ ഒരു കമ്മീഷൻ്റെ നല്ലൊരു ശതമാനം 20% ഒക്കെ മിക്കവാറും ഈ ഒരു ഏജൻറ്റുമാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കമ്പനിയിലോട്ട് വരുന്ന വളരെ ചെറിയൊരു തുക മാത്രമാണ്. അപ്പോൾ അത് ആ ഒരു പോളിസി ബസാർ പോലുള്ള ഒരു കമ്പനിയുടെ ബിസിനസ് മോഡലുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ വളരെയധികം വരുമാനം കുറച്ച് കമ്പനിയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തന്നെ ആ ഒരു കോസ്റ്റിൻ്റെ കാര്യത്തിൽ പോളിസി ബസാർ അവിടെ ഈ ഒരു കമ്പനിയായിട്ട് ജയിക്കുകയാണ്. പിന്നെ ഈ ഒരു പോളിസി ബസാർ പോലുള്ള കമ്പനികൾക്കും മുകളിലോട്ടുള്ള ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബീമ സുഖം എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ബീമ ഇൻഷുറൻസ്, സുഖം എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഇൻഷുറൻസ് ഗവൺമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നമുക്ക് കമ്മീഷൻസ് ഇല്ലാതെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോളിസി ബസാറിൻ്റെ പോലത്തുള്ള ബിസിനസ്സിൻ്റെ മോഡൽ തന്നെ പ്രോബ്ലത്തിലാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ബിസിനസ്സിൽ ആ ഒരു ഡയറക്റ്റ് അവരെ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു ഇൻഷുറൻസ് ഏജൻസ് പോലുള്ള POSPകൾ, പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺസ്, ആ രീതിയിൽ ആൾക്കാർ ഇൻഷുറൻസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ആ രീതിയിലുള്ള ബിസിനസ് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ബിസിനസ് മോഡൽ വർത്തുവയിലാവും. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കിയപ്പം ഈ ഒരു കമ്പനിയുടെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു കുറച്ച് ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആവും. ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 2023 460 കോടിയോളം ടോട്ടൽ ഇൻകം ഈ ഒരു കമ്പനിയിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് ഇടിഞ്ഞ് ആ ഒരു അടുത്ത വർഷം 2024 വളരെയധികം ചെറിയൊരു 119 കോടി ആ ഒരു റേഞ്ചിലോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണ്? അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും പിക്ക് ചെയ്ത് 692 കോടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ഒരു ടൈമിലൊരു ഡിപ്പിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 2023 IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരുടെ ആ ഒരു റെഗുലേഷൻസിൽ വരുത്തിയ ഒരു മാറ്റമാണ്. അവരുടെ ആ ഒരു ഇൻകം വന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റിംഗ് ഫീസ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു കമ്പനിയിൽ തന്നെ. പക്ഷേ അത് ഒരു കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് മാറിയപ്പോൾ ഈ ഒരു കമ്പനിയുടെ ആ ഒരു പ്രൊമോട്ടേഴ്സിൻ്റെ തന്നെ ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു എൻറ്റിറ്റി അതിലോട്ട് അക്വയർ ചെയ്തിട്ട് പിന്നെ ആ ഒരു എൻറ്റിറ്റി വഴി കമ്മീഷൻസ് എന്നുള്ള രീതിയിലാണ് പിന്നെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചു വരവിൽ 693 കോടിയിലോട്ട് 2025 ആ ഒരു ടോട്ടൽ ഇൻകം എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ക്വാർട്ടറും കൂടെ ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 748 കോടിയോളം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ആ ഒരു കമ്പനിയിൽ ആ ഒരു ടോട്ടൽ ഇൻകത്തിൽ റവന്യൂവിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കമ്പനി അന്ന് മുതലേ നഷ്ടത്തിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു എക്സ്പെൻസാണ്, അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺസിനെ അവർ അക്വയർ ചെയ്യാനും അതുപോലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു കമ്മീഷൻ അവർക്ക് കിട്ടുന്നില്ല. അവരുടെ സ്കെയിൽ വളരെയധികം വലുതാവണം, എന്നാൽ മാത്രമേ അവർ പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും ഓപ്പറേറ്റിംഗ് ലെവറേജ്, അവരുടെ ഒരു ഫിക്സഡ് കോസ്റ്റ്, അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം ഓൾറെഡി കഴിഞ്ഞതാണ്. അതുപോലെ അവരുടെ ആ ഒരു ഫിക്സഡ് കോസ്റ്റ് വലുതായിട്ട് കൂടത്തില്ല. അവരുടെ ആ ഒരു ഫിക്സഡ് കോസ്റ്റ് ഓൾമോസ്റ്റ് 42% നിന്ന് ഓൾമോസ്റ്റ് 22% കുറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു
ഓൾറെഡി സെറ്റായിട്ടുള്ള ആ ഒരു എക്സ്പെൻസുകൾ ഇനി കൂടത്തില്ല. പക്ഷേ ഇവരുടെ ആ ഒരു ഇൻഷുറൻസിൻ്റെ സെല്ല് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച്, ആ ഒരു വോളിയം കൂടുന്നതനുസരിച്ച് അവരിലോട്ട് വരുന്ന ആ ഒരു റവന്യൂസ് ഇനി ആ ഒരു വോളിയം കൂടുന്നതനുസരിച്ച് നല്ല രീതിയിൽ കൂടും. പിന്നെ ഇവരുടെ KPIs നോക്കുകയാണെങ്കിൽ, ഈ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ മിക്കവാറും ഉള്ള കാര്യങ്ങൾ നെഗറ്റീവാണ്. ഓൾറെഡി ലോസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണ്. പിന്നെ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് 0.15 എന്ന് വെച്ചാൽ ഡെറ്റ് ഇക്വിറ്റി വളരെ കുറവാണ്. അപ്പോൾ അവർ ഡെറ്റിനെ റിലേ ചെയ്ത് കടമെടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നൊരു കമ്പനിയാണ്. പക്ഷേ അവർ ഇക്വിറ്റി ഇൻഫ്യൂസ് ചെയ്ത്, അതായത് പുതിയ ഇൻവെസ്റ്റേഴ്സിന് എക്വിറ്റി കൊടുത്തിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് വലുതായി പോകുന്നൊരു ബിസിനസ്സാണ്. നമ്മളിപ്പോൾ തന്നെ ക്യാഷ് റേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെയധികം താഴെ വരും. നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഓൾമോസ്റ്റ് 13% മാത്രമേ ഈ ഒരു കമ്പനിയുള്ളൂ. അതൊരു വലിയ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്താ കാര്യങ്ങൾ മനസ്സിലായി. ഈ ഒരു ടട്ടിൽമെൻറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഈ ഒരു പോളിസി ബസാർ പോലത്തുള്ള ഒരു ബിസിനസ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മുടെ ഈ ഒരു ലോ പെൻട്രേഷൻ, വളരെയധികം കുറച്ച് ഇൻഷുറൻസ് പെൻട്രേഷൻ ഉള്ള ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഇൻഷുറൻസ് വിൽക്കുക എന്നുള്ളൊരു കാര്യം ഡിജിറ്റലി ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് പോളിസി ബസാറിനെ പോലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം വെച്ചല്ല ചെയ്യുന്നത്. അതിലൊരു ആൾക്കാരെയും കൂടെ വിട്ട് അവരുടെ ഏജൻസ് വഴി ആ ഒരു ബിസിനസ് മോഡലിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടാണ് അവർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡലിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ട്. ഈ ഒരു പോളിസി ബസാറിന് അത്രയും പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തില്ല. പോളിസി ബസാർ ഇപ്പോൾ ലാഭത്തിലാണ് ഓടുന്നത്. അപ്പോൾ അതിനിടക്ക് പ്രോഫിറ്റബിൾ ആവാൻ കുറച്ചുകൂടെ സമയം പിടിക്കുമായിരിക്കും ഈ ഒരു കമ്പനിക്ക്. അതൊരു നെഗറ്റീവാണ്. അതുപോലെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ആ ഒരു IRDAIയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് പല രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. ഈ ഇടയ്ക്ക് ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട്, ഈ ഒരു കമ്മീഷൻസിനെ ക്യാപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് ഈ ഒരു കമ്പനിയെ ബാധിക്കും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ബീമാ സുഖം എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോം, അത് ഈ ഒരു പോളിസി ബസാറിന് പോലും ഒരു ത്രെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻസ് ഇല്ലാതെ ഇൻഷുറൻസ് പോളിസീസ് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് ഗവൺമെൻറ് തന്നെ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ അതുപോലത്തുള്ള ആ ഒരു ഗവൺമെൻറ് ബാക്ക്ഡ് പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂടും. പിന്നെ ഈ ഒരു ടയർ 3 സിറ്റീസിൽ അല്ലെങ്കിൽ ഈ ഒരു റൂറൽ ഏരിയാസിലൊക്കെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴി മാത്രം, ടെക്നോളജി വെച്ച് മാത്രം ഇൻഷുറൻസ് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ ഡയറക്റ്റ്ലി പോയി തന്നെ സെല്ല് ചെയ്യേണ്ടി വരും. ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു IPOയുടെ ഗ്രേ മാർക്കറ്റിലെ പ്രീമിയം ഓൾമോസ്റ്റ് 10% വരെയൊക്കെ പോയായിരുന്നു. പക്ഷേ അതിലും ഒക്കെ ഒരുപാട് താഴെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊട്ടും ഡിപ്പെൻഡബിൾ അല്ല. അപ്പോൾ ഞാൻ ഈ ഒരു കമ്പനി IPOയിൽ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതല്ല. അതുപോലെ ഈ ഒരു കമ്പനി ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുപോലെ ക്യാഷ് ബേണിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ച്, അതിൻ്റെ ആ ഒരു ഭാവിയിലുള്ള ഇന്ന വർഷത്തിലുള്ള ഒരു ക്യാഷ് ഫ്ലോസിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ മാത്രം, ഇന്ന കാലത്ത് പ്രോഫിറ്റബിൾ ആവും, ഇത്രമാത്രം പ്രോഫിറ്റ് ആ ഒരു കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂഷൻസ് കുറവാണ്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ടട്ടിൽമെൻറ്റ് ഫിൻടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ IPO കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള IPO വീഡിയോസ് കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.